എൻ്റെ പേര് ഉമ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. ഞാൻ ചെയ്യാൻ പോണ കേക്ക് ട്രോപ്പിക്കൽ ട്രയോ ആണ്. ഒരു ഇൻഡോ അമേരിക്കൻ കോമ്പിനേഷൻ ഫ്യൂഷൻ ആയിട്ടുള്ളൊരു കേക്കാണ് ചെയ്യാൻ പോണത്. ആദ്യമായിട്ട് മുട്ട എടുക്കാമേ. 4 മുട്ട. അതിനകത്ത് 1 ടീസ്പൂൺ വാനില എസൻസ്, 3/4 കപ്പ് പഞ്ചസാര, ഗ്രാന്യൂൾഡാണ്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിൻ്റെ യെല്ലോ കളർ മാറി വൈറ്റ് കളറ് ആവുന്ന വരെ അത് ബീറ്റ് ചെയ്യണം. എന്നാലേ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇത് ഏകദേശം എന്താ വൈറ്റ് കളറായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് ബട്ടറിൻ്റെ എസൻസ് ആണ് ഇത്. ഒരു 1/3 കപ്പ് വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കുവാണ്. ഇത് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാമേ. ഇത് 1 കപ്പ് മൈദ, ഇത് 1 ടീസ്പൂണ് മിൽക്ക് പൗഡർ, 1 ടീസ്പൂണ് കോൺഫ്ലവറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരുമിച്ച് അരിച്ചെടുക്കാമേ. ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ഇത് കംപ്ലീറ്റ് ഇതാവുന്നവരൊന്ന് മിക്സ് ചെയ്തു. ഇത് ബാറ്റർ താന്നു പോവാതെ വിസ്ക് കൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യാനുള്ള ടിന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇതിലോട്ട് ഒഴിക്കാം. ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്യാമേ. ഇത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണേ. ഇനി ഞാനിത് ഓവനിലോട്ട് വെക്കുവാണേ. ടെമ്പറേച്ചർ നമുക്കൊന്ന് 150 ഡിഗ്രിയിലോട്ട് വെക്കാമേ. 25 മിനിറ്റ്സ് നമുക്കത് ബേക്ക് ചെയ്യാമേ. 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ആയിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാമേ. ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്കിത് പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള പൾപ്പ് നമുക്കെടുക്കാമേ. നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാമേ. ഇതിൻ്റെ കുരു നമുക്ക് കുറച്ച് മാറ്റി വെച്ചേക്കാമേ. നമുക്കിതിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിനകത്തോട്ട് നമ്മൾ ഈ പിഴിഞ്ഞിട്ടെടുത്ത ഈ 1/4 കപ്പ് ജ്യൂസ് അത് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇതിനകത്ത് ഇനി 1/4 കപ്പ് ഷുഗറും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് നമുക്കിനി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാമേ. ഇനി ഇതിനകത്ത് നമ്മൾ ആ കുരു എടുത്ത് വെച്ച അതും കൂടി ഇതിനകത്ത് ഇടാമേ. ഇതിനി നമുക്ക് ആറാനായിട്ട് മാറ്റി വയ്ക്കാമേ. യെസ് ഉമ, ഏകദേശമൊക്കെ പകുതി സെറ്റായി അല്ലേ? ഇനി മാംഗോൻ്റെ വാനില സ്പഞ്ച്. അത് എന്താ അപ്പോൾ കേക്ക് ടോട്ടലായിട്ട് ട്രോപ്പിക്കൽ ട്രയോ പാഷൻ ഫ്രൂട്ടിൻ്റെ ജലം എടുത്ത് കുറച്ച് 1/4 കപ്പ് വെള്ളവും ഷുഗറും കൂടി അടിച്ച് തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാംഗോയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സിയിലിട്ടൊന്ന് പ്യൂറി ചെയ്യും. ഒന്ന് അരച്ചെടുത്തിട്ട് അത് ലെയറിൽ കൊടുക്കും. അതിൻ്റെ കൂടെ ടോപ്പിങ്സ് ആയിട്ട് ലൈറ്റായിട്ട് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഫ്ലേവർ കോക്കനട്ട്. ഇത് വേറൊരു ലെയറിൽ അടുത്ത ലെയറിൽ പാഷൻ ഫ്രൂട്ട്. അതിനകത്ത് ജസ്റ്റ് നട്ട്സും കൂടെ ഫില്ലിങ്സ് വരും. കവർ ചെയ്യണത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. ക്രീം ചീസ് ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നല്ല ബെങ്കനപ്പള്ളി മാങ്ങയാണ്, പക്ഷെ നല്ല പഴുത്തത് കിട്ടിയിട്ടില്ല. മിൽക്ക് മെയ്ഡ് ഒഴിക്കാം അതിനകത്തോട്ട്. ഇതിനകത്ത് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കാമേ. ഇതിനകത്തൊരു 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുവാണ്. 2 ഡ്രോപ്പ് അമേരിക്കൻ ഐസ്ക്രീമിൻ്റെ എസൻസും കൂടെ ചേർക്കുവാണ്. നല്ല സ്റ്റിഫാവണേ. കാരണം അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ക്രീം ചീസ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നല്ല സ്റ്റിഫായാലേ ഇത് ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് മെൽറ്റായിപ്പോവും. ഈ ക്രീം ചീസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. 2 ഓറ പാല് കാച്ചിയിട്ട് തിളച്ച് പൊങ്ങി വരുമ്പോൾ അതിനകത്ത് 2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് അത് പിരിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ അത് അരിച്ചെടുത്തിട്ട് മിക്സിയിൽ അരച്ച് അതിൻ്റെ കൂടെ ഷുഗർ പൗഡറും വാനില എസൻസും കൂടി ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്രീം ചീസാണ് ഇതിനിപ്പോൾ നമ്മൾ യൂസ് ചെയ്തത്. നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാമേ. ഇത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് ഇവിടോട്ട് വയ്ക്കാമേ. ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ മാംഗോ മിൽക്ക് മെയ്ഡും കൂടെ അരച്ച് വെച്ച ആ മിക്സ് നമ്മളിതിലോട്ട് കൊടുക്കുവാണേ. ഇതിനകത്ത് നമ്മൾ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചതും കൂടെ ചേർക്കുവാണേ ഫില്ലിങ്സിൽ. ഇതിനകത്ത് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കുവാണേ. കാരണം വെച്ചാൽ മാങ്ങയ്ക്ക് പുളിയുണ്ട്, അതുകൊണ്ടാണ്. ഇതിനകത്ത് ലൈറ്റായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇങ്ങനെ ഞാൻ ഇതായിട്ട് കൊടുക്കുവാണേ. അടുത്ത ലെയർ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ
മിക്സ് കുറച്ച് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിത് വെറ്റ് ചെയ്യണത്. നമ്മൾ അതിന് മുകളിലോട്ട് ക്രീം ചീസിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ആൽമണ്ടിൻ്റെ പൊടി പൊടിച്ചുകൊണ്ട് വന്നത് അതും കൂടെ ചേർക്കുവാണ്. ലൈറ്റായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാമേ. വീണ്ടും ഷുഗർ സിറപ്പ്, നമ്മൾ ആ ഷുഗർ സിറപ്പും മാംഗോയുടെ ആ മിക്സുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ മാംഗോയുടെ ആ മിക്സ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ മിക്സ് ഇതിനകത്ത് കുറച്ച് ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ലൈറ്റായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട് മാംഗോ ഓരോ ലെയറിലും ഓരോന്നാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഉണ്ട് അതിൻ്റെ കൂടെ ഫില്ലിങ്സ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പെപ്റ്റ് ക്രീമും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് അകത്താണ്. ഇതിൽ ക്രീം ചീസ് ഉണ്ടോ? ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് അതിനകത്ത് ക്രീം ചീസ് മിക്സ് ആണോ ഇത്? ഓക്കെ, കുറച്ചേ ചേർത്തിട്ടുള്ളൂ അല്ലേ? 2 കവർ പാലിൻ്റെ ക്രീം ചീസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്രീം ചീസ് ആണ്, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. 2 കവർ പാലിൻ്റെ ക്രീം ചീസ് നോർമലി 1 kg കേക്കിന് അങ്ങനെയാണ് ചെയ്യാറ്. മനസ്സിലായി. ഫൈനൽ സ്റ്റേജ് ആയല്ലേ? ഫൈനൽ ഇനി ഡെക്കറേഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. പാഷൻ ഫ്രൂട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ? ഇത് ആ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചതാണ്. അതിൻ്റെ പുറത്ത് ചെറുതായിട്ട് നമ്മൾ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഒന്ന് ഇത് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ 3ൻ്റെയും ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അതാണ്ട് നമ്മുടെ ട്രോപ്പിക്കൽ ട്രയോ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം അതാണ്ട് ഡെക്കറേഷനും കവറിങ്ങും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ.